പശ്ചിമേഷ്യയിലെ സംഘർഷം ഇന്ത്യൻ അടുക്കളകളിലും അടിയന്തരാവസ്ഥയുണ്ടാക്കുകയാണ്. ഈ യുദ്ധം ഏറ്റവും വലിയ പ്രത്യാഘാതം ഏൽപ്പിക്കാൻ പോകുന്ന വിപണികളിൽ ഒന്ന് LPG-യുടേതാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിലവിലെ സംഘർഷം നീണ്ടുപോയാൽ LPG-യുടെയും CNG-യുടെയും വില ഇനിയും ഉയരും. ഉപഭോഗത്തിനുള്ള 65% LPG-യും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അതിൽ 90% വരുന്നതാകട്ടെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം ഇന്ത്യക്കാരന്റെ അടുക്കള സ്തംഭിപ്പിക്കും എന്ന് സാരം. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്കു നീക്കം പുനഃസ്ഥാപിക്കാതെ കേരളത്തിലെ പാചകവാതക പ്രതിസന്ധി തീരാൻ പോകുന്നില്ല. യുദ്ധത്തിന്റെ വേരുകൾ എങ്ങനെയെല്ലാമാണ് നമ്മളിലേക്കും പടർന്നിറങ്ങുന്നത്. അതേസമയം ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് കൂടുതൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് തീമഴ പെയ്യിക്കുകയാണ് US-ഉം ഇസ്രയേലും. വിശദമായി നോക്കാം. ആദ്യം RD ഇസ്ര. ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ഇറാനിലേക്കും ലെബനനിലേക്കും നടത്തിവരുന്ന ആക്രമണ പരമ്പരകൾ 11ാം ദിനവും മാറ്റമില്ലാതെ തുടരുകയാണ്. അതേസമയം അതിതീവ്രമായ ബോംബാക്രമണമാണ് ഇറാനിലെ ടെഹ്റാനിൽ ഉണ്ടായത്. ടെഹ്റാനിലെ റിസാലത്ത് സ്ക്വയറിൽ മാത്രം 40ഓളം പേർ കൊല്ലപ്പെട്ടു. ലെബനൻ ലക്ഷ്യമാക്കിയുള്ള കടന്നുകയറ്റവും വ്യോമാക്രമണവും മാറ്റമില്ലാതെ തുടരുന്നുണ്ട്. ലെബനനിൽ മാത്രം മരണസംഖ്യ 500ലേക്ക് അടുക്കുന്നുണ്ട്. ലെബനനിലെ വിവിധ മേഖലകളിൽ ഇസ്രയേൽ വ്യോമാക്രമണം കടുപ്പിക്കുകയും ചെയ്തു. 8 മാസം പ്രായമുള്ള കുഞ്ഞടക്കം 200ഓളം കുട്ടികളാണ് US ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്ന് ഇറാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങളും വ്യാവസായിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് ഇറാനും കനത്ത ആക്രമണം നടത്തുന്നുണ്ട്. ഇറാൻ നടത്തിയ ആക്രമണത്തിൽ മനാമയിൽ ഒരാൾ കൊല്ലപ്പെട്ടു. അതേസമയം അതിതീവ്രമായ ബോംബാക്രമണമാണ് ഇറാനിലെ ടെഹ്റാനിൽ ഉണ്ടായത്. ടെഹ്റാനിലെ റിസാലത്ത് സ്ക്വയറിൽ മാത്രം 40ഓളം പേർ കൊല്ലപ്പെട്ടു. യുദ്ധത്തിൽ വേണ്ടത്ര വിജയിച്ചതായും വൈകാതെ യുദ്ധം അവസാനിപ്പിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. RD എക്സ്റാപ്പ് ന്യൂസ് മലയാളം. %65 LPG ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. കൂടുതലായും ഖത്തർ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ LPG ഇറക്കുമതി ചെയ്യുന്നത്. ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ ഇന്ത്യയിലേക്കുള്ള LPG-യുടെ വരവ് നിലച്ചു. രാജ്യത്തെ പാചകവാതക ലഭ്യത ഉറപ്പുവരുത്താൻ 3-അംഗ സമിതി രൂപീകരിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഗാർഹിക സിലിണ്ടറുകളുടെ പൂഴ്ത്തിവയ്പ് സർക്കാർ നിരീക്ഷിക്കും. പെട്രോൾ, ഡീസൽ വില വർധനവ് ഉടൻ ഉണ്ടാകില്ലെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലും ജാഗ്രത പാലിക്കുകയാണ് ഈ വിഷയത്തിൽ. എണ്ണ കമ്പനി പ്രതിനിധികളുടെ അടിയന്തര യോഗം മന്ത്രി GR അനിൽ വിളിച്ചു. ഗാർഹിക സിലിണ്ടറുകളുടെ വിതരണത്തിൽ നിലവിൽ കുറവില്ല എന്ന് കമ്പനികൾ ഉറപ്പു നൽകി. ആശുപത്രികൾ അടക്കമുള്ള അവശ്യ സ്ഥാപനങ്ങളെ നിയന്ത്രണം ബാധിക്കില്ലെന്നും കമ്പനികളുടെ ഉറപ്പുണ്ട്. നിയന്ത്രണങ്ങളിൽ ഇളവ് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ കത്തയക്കുകയും ചെയ്യും. പശ്ചിമേഷ്യയിലെ സൈനിക നടപടി ഹ്രസ്വമായ ഉല്ലാസയാത്രയായി കണ്ടാൽ മതി എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട്. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ നിയമസഭാംഗങ്ങളോടാണ് യുദ്ധം ഹ്രസ്വകാലത്തേക്കാണ് എന്ന് ട്രംപ് പറഞ്ഞത്. അമേരിക്കയെ വെല്ലുവിളിച്ച് പുതിയ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുത്തതിൽ നിരാശനാണ് എന്നും ട്രംപ് പറയുന്നു. മണിക്കൂറുകൾക്കകം ട്രൂത്ത് സോഷ്യലിൽ ഇറാനെതിരെ ഇനിയും ആഞ്ഞടിക്കുമെന്നുള്ള ഭീഷണിയുമുണ്ട്. ബഹ്റൈൻ, UAE, സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിലും ആക്രമണം തുടരുകയാണ്. ബഹ്റൈനിലെ മനാമയിൽ ഇറാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 29-കാരിയാണ്. UAE-യിലേക്കുള്ള നിരവധി ഡ്രോണുകൾ നശിപ്പിച്ചതായി പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നു. 6 ഡ്രോണുകൾ നശിപ്പിച്ചതായി കുവൈറ്റും. സൗദിയിലെ ഷെയ്ബ എണ്ണപ്പാടത്തേക്കും അൽ ഖർജ് പ്രവിശ്യയിലേക്കും ഇന്നും ആക്രമണമുണ്ടായി. ഇറാഖിൽ ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്തെ US കേന്ദ്രം ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തി. ഈ സംഘർഷം കുറയ്ക്കാനുള്ള ചർച്ചകളും ആരംഭിക്കുന്നുണ്ട്. സംഘർഷം ലഘൂകരിക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ നേതൃത്വത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നു. കടലിടുക്ക് തുറക്കാനും ഫ്രാൻസും സഖ്യകക്ഷികളും ശ്രമിക്കുന്നതായാണ് ഇമ്മാനുവൽ മാക്രോൺ പറയുന്നത്. റഷ്യയും ചൈനയും ഫ്രാൻസും വെടിനിർത്തൽ ചർച്ചയ്ക്ക് സമീപിച്ചു എന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ഇറാനുമായി ചർച്ച നടത്തിയ വ്ളാഡിമിർ പുടിൻ ട്രംപിനെ ഫോണിൽ ബന്ധപ്പെട്ടു എന്നുമുള്ള സൂചന ലഭിക്കുന്നു. ഇങ്ങനെ 2 തലത്തിലുള്ള വിഷയങ്ങളാണ് തനീഷ്. ഒന്ന്, ഇത് നമ്മളെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നത് വെറും 11 ദിവസമേ ആയിട്ടുള്ളൂ യുദ്ധം. അപ്പോൾ ഇവിടെ ഇന്ത്യയെ അത് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു, ഹോട്ടലുകളെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു, അടുക്കളകളെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഒന്നത്. 2, ഈ യുദ്ധത്തിൻ്റെ സാഹചര്യം വീണ്ടും യുദ്ധം തുടരുന്നു എന്ന സൂചന തന്നെയാണ് അവിടെ നിന്ന് ലഭ്യമാകുന്നത്. എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? ഇതിനകത്ത് ഹർഷ, നമ്മൾ തുടക്കം മുതൽ തന്നെ ഭയപ്പെട്ടിരുന്ന കാര്യം വളരെ നേരത്തെ തന്നെ സംഭവിച്ചു. പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആദ്യ അടി വന്നപ്പോഴേ നമ്മൾ ബേജാറായതാണ്. കാരണം ഇത് ഗൾഫ് രാജ്യങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ യുദ്ധത്തിനകത്ത് ചെന്ന് പെടുന്നത് പോലുള്ളൊരു സംഭവമാണല്ലോ അതുണ്ടായിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ 11 ദിവസം കൊണ്ട് തന്നെ ഇപ്പോൾ കൊച്ചിയിലെ ഹോട്ടലുകൾ തന്നെയും അടക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്നാണ് നമ്മളിത് ബാധിച്ചു തുടങ്ങിയതെന്ന് ആലോചിക്കണം. ഇത് ഈ ഇന്ധന വിതരണം എന്നത് ഹോർമുസ് കടലെടുക്കാണ്. ഇന്ന് മാത്രമല്ല ഇതിനകത്ത് പ്രശ്നമുള്ളത് ഹർഷ, അതായത്
അമേരിക്ക ഇനി യുദ്ധം നിർത്തിയാലും ഇറാൻ നിർത്തണമെന്നില്ല എന്ന സാഹചര്യമാണ് അവരുടെ മുന്നിലുള്ളത്, നമ്മുടെ മുന്നിലുള്ളത്. അതായത് വളരെ പെട്ടെന്ന് തന്നെ പുതിയ പരമാധികാരിയെ നിയമിക്കാൻ അവർക്ക് സാധിച്ചു. അവർ IRGC അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അമേരിക്കയിലേക്ക് പോയി അടിക്കേണ്ട, അവർ കുറേ കൂടെ അവർക്ക് ആകാവുന്ന വിധത്തിലേക്ക് അവർ വലിയ തോതിൽ യുദ്ധം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഹർഷ വേറൊരു കാര്യം, അതായത് ഇപ്പോൾ ഈ ഇന്ധന പ്രതിസന്ധി എന്നുള്ളത് ഉണ്ടാകും എന്ന് നമ്മൾ വേഗം തന്നെ ആദ്യം തന്നെ മനസ്സിലാക്കിയാണ്. അത് നമ്മളിപ്പോൾ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ അടുക്കളകളെ പോലും പ്രശ്നത്തിലാക്കിയിരിക്കുന്നു. ഇന്ത്യയിലാകെ തന്നെ പ്രശ്നമുണ്ട്. പക്ഷേ ഇതേക്കാൾ വലിയ പ്രതിസന്ധി വരാനിരിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നൊരു ലേഖനം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് യാദൃച്ഛികമായിട്ട് വായിച്ചു. theconversation.com എന്ന വെബ്സൈറ്റിൽ വന്ന ഈ ലേഖനം യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സിറ്റിയിലെ നിമ ഷോക്രി, സാലോം ഷോക്രി കുയേനി എന്നിവർ ചേർന്ന ഇതൊരു ലേഖനമാണ്. അതിനകത്ത് അവർ ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങളെ വന്ന് തട്ടുന്ന ഒരു പ്രതിസന്ധി ഇന്ധന പ്രതിസന്ധിയാണ്. പക്ഷേ ദീർഘകാലത്തേക്ക് നിങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രതിസന്ധി വരാനിരിക്കുന്നു. അതാണ് വളം പ്രതിസന്ധി. അതായത് ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ് ഈ പറയുന്ന മീഥേൻ്റെയും മറ്റുമൊക്കെ ഏറ്റവും കൂടുതൽ ലോകം മുഴുവൻ പോകുന്ന ഈ വളം നിർമ്മാണത്തിന് വേണ്ടിയുള്ള യൂറിയ പോലുള്ള സാധനങ്ങളുടെ ഈ വിതരണം ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത് വെച്ചാൽ 2/3 വലുപ്പത്തിൽ പോകുന്നത് ഈ ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. ഇത് തടയപ്പെട്ടിരിക്കുകയാണ്. അതായത് ബ്രസീൽ, ഇന്ത്യ, അമേരിക്ക വരെ വലിയ കൃഷിസ്ഥലങ്ങളിൽ കൃഷി നടത്താൻ വേണ്ട ഈ നമുക്ക് തന്നെയും അറിയാവുന്ന ഈ യൂറിയ പോലുള്ള സംഗതികളുടെ ഏറ്റവും വലിയ വിതരണം നടക്കുന്നത് അതുവഴിയാണ്. അത് തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതായത് ഇന്ധനം മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഈ യൂറിയ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അമേരിക്ക അടക്കമുള്ള, ബ്രസീൽ അടക്കമുള്ള, ഇന്ത്യ അടക്കമുള്ള ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള കൃഷിസ്ഥലങ്ങളിലേക്കുള്ള ഏറ്റവും അവശ്യ വസ്തുവായിട്ടുള്ള വളത്തിൻ്റെ ലഭ്യത ഇന്നു മുതൽ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം മുതൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ലഭ്യത കുറയും. ഉള്ള വളത്തിന് അതിഭീകരമായിട്ട് വില ഉയരും. എന്താ സംഭവിക്കുക? ലോകത്തെമ്പാടും ഭക്ഷ്യക്ഷാമമുണ്ടാകും. ഭക്ഷണത്തിൻ്റെ വില നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വലിയ തോതിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ നമ്മൾ നേർക്കുനേർ നമ്മുടെ അടുക്കളകളെ ഇന്ധനം ഓഫാക്കപ്പെട്ടിരിക്കുന്നു, ഗ്യാസ് ഓഫാക്കപ്പെട്ടിരിക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കാൻ നിർവാഹമില്ല. എന്നാൽ ഇത് തരണം ചെയ്ത് ചെല്ലുമ്പോഴേക്ക് ഈ യുദ്ധം സമീപ ദിവസങ്ങളിൽ എപ്പോഴും കഴിഞ്ഞാൽ പോലും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ തടസ്സം കൊണ്ട് ഈ വളം നമ്മുടെ നാട്ടിലെയും മറ്റ് വിദേശ രാജ്യങ്ങളിലെയും ഭക്ഷ്യലഭ്യതയെ വല്ലാത്ത തോതിൽ തടസ്സപ്പെടുത്തുകയും ഒരുപക്ഷെ ഈ ലേഖനത്തിനകത്ത് പറയുന്നത് ഒരുപക്ഷെ ലോകം സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്തത്ര വലിയ ഭക്ഷണ പ്രതിസന്ധിയിലേക്ക്, വളം പ്രതിസന്ധി ഒരു ഭക്ഷണ പ്രതിസന്ധിയായിട്ട് മാറുന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നതാണ്. അതായത് ഇതിനകത്ത് ഈ ട്രംപും നെതന്യാഹുവും എന്ന ഈ ഭീകരമായ കൂട്ടുകെട്ട്, അങ്ങേയറ്റം തോന്നിയാസികളുടെ ഈ കൂട്ടുകെട്ട്, അതിൽ തന്നെ ട്രംപിനെ പോലെ അനാവശ്യ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ കരുതുന്ന പോലുള്ള കോമൺ സെൻസ് അല്ലാതെ വെച്ച് ഇത്രയും പ്രധാനപ്പെട്ട വലിയ രാജ്യത്തെ നിയന്ത്രിക്കുന്ന ഇയാളും ഈ നെതന്യാഹുവും ചേർന്നുള്ള ഈ തോന്നിയാസികളുടെ കൂട്ടുകെട്ട് ലോകത്തെ ഇപ്പോൾ മാത്രമല്ല, ആ രാജ്യത്തെ മാത്രമല്ല, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഈ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ യുദ്ധം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ മാത്രമല്ല, മറ്റു ലോകത്തെ ആകെ തന്നെയും ദീർഘകാലത്തേക്ക് പ്രതിസന്ധിയിലാക്കുന്ന ഒരു സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ ലേഖനം ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ കുറച്ച് വേഴ്സ്റ്റായിട്ടുള്ള സീനുകളിലേക്ക് നമ്മൾ പോകും എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. തീർച്ചയായും ഇതിൽ ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ നമ്മളുടെയൊക്കെ ഒരു പഴയ പതിവിൽ നിന്ന് മനുഷ്യൻ മാറി കഴിഞ്ഞ 10-25 വർഷം കൊണ്ട് നമ്മൾ സാധാരണ എന്താണ് വിറകടുപ്പുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ധനം ഈ ഫോസിൽ ഇന്ധനത്തിലേക്ക് പതുക്കെ മാറണം, അതായത് LPG മാറണം എന്നൊക്കെയുള്ള വലിയ പ്രചാരണത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുഴുവൻ ആളുകളും ആ ശീലങ്ങളിൽ നിന്നെല്ലാം മാറിയിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും ആളുകൾ ഈ വിറകടുപ്പിൽ നിന്നെല്ലാം മാറിയിട്ടുണ്ട്. വിറകിൻ്റെ ലഭ്യത കുറവുണ്ട്, പിന്നെ അത് പരിസ്ഥിതി നാശം ഉണ്ടാക്കുന്ന തരത്തിലാണ് അത് എന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് അതിൽ നിന്നെല്ലാം ആളുകൾ മാറി പുതിയ ശീലത്തിലേക്ക് വന്നു. അത് ഇന്ത്യ രാജ്യം മുഴുവൻ ആ ശീലത്തിലേക്ക് വന്നു. വ്യാപകമായി LPG സിലിണ്ടർ ലഭ്യമാകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതാണ് ഇപ്പോൾ ഒറ്റയടിക്ക് ബ്ലോക്ക് ആവുന്നത്. ഇത് ഇന്ത്യയുടെ മറ്റു പ്രദേശത്ത് ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഡൽഹിയിലും മറ്റു പല സ്ഥലങ്ങളിലുമൊക്കെ ഹോട്ടലുകളെ നേരിട്ട് ബാധിച്ചു എന്നതിനേക്കാൾ അടച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഇത് കേരളത്തെ വേറൊരു തരത്തിൽ ബാധിക്കും. കാരണം ഇത്രയും എല്ലാ കുടുംബങ്ങളിലും ഈ മട്ടിൽ LPG ഉപയോഗിക്കുന്ന തരത്തിലുള്ള സംസ്ഥാനങ്ങൾ വേറെ താരതമ്യേന കുറവാണ്. കാരണം അവിടെയൊക്കെ ഉണ്ടെങ്കിലും അവിടെ മറ്റു മാർഗ്ഗങ്ങൾ കൂടി അവലംബിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. ഏതാണ്ട് പൂർണ്ണമായി LPG ആശ്രയിക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മാത്രമല്ല ഇതിനകത്തൊരു കാര്യം, ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് ഇന്ത്യയിലേക്കുള്ള ഈ ഇന്ധനത്തിൻ്റെ ബഹുഭൂരിഭാഗവും വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സാഹചര്യമുണ്ട്. അതാണ് ഒറ്റയടിക്ക് ഇത് അടഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ ഇന്ധന വില വർധന കൂടിയുണ്ടല്ലോ, ലഭ്യമാവുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ലഭ്യമാവുന്നതിന് വലിയ വിലയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആശങ്കാജനകമായ ഒരു കാര്യം. എന്തായാലും ഇപ്പോൾ കേരളത്തിലെ സാഹചര്യം, ഇവിടെ മന്ത്രി GR അനിലിൻ്റെ എണ്ണക്കമ്പനി പ്രതിനിധികളുമായിട്ടുള്ള ചർച്ചയെല്ലാം നടത്തുകയും ഇന്ധന വിതരണത്തിൽ ഇവിടെ തൽക്കാലത്തേക്ക് പ്രതിസന്ധി ഉണ്ടാവില്ല, ഈ സിലിണ്ടറുകളുടെ വിതരണം കൃത്യമായി, ഗാർഹിക സിലിണ്ടറുകളുടെ വിതരണം കൃത്യമായി നടക്കും എന്നാണ് ഉറപ്പ് തന്നിരിക്കുന്നത്. പക്ഷേ യുദ്ധം നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എന്താവും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 4
ദിവസം കൊണ്ട് അവസാനിക്കും എന്ന് ട്രംപ് പ്രഖ്യാപിച്ച യുദ്ധമാണ്. അതിപ്പോൾ ഓരോ മാസം എന്നുള്ളതിലേക്ക് പോയിരിക്കുന്നു. 11-ാം ദിവസം ആകുമ്പോഴേക്ക് ഈ അവസ്ഥയിലേക്ക് ലോകത്ത് പല രാജ്യങ്ങളും എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇനി പെട്രോൾ ഡീസൽ വില വർധനയെ ഈ ഘട്ടത്തിൽ അത് ബാധിച്ചിട്ടില്ല. ആവശ്യമുള്ള ഒരു കരുതൽ നമുക്കുണ്ട് എന്നുള്ളതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ വില വർധനയെ ബാധിക്കാത്തത്. കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ വില കൂട്ടില്ല, പെട്രോളിനും ഡീസലിനും വില കൂട്ടില്ല എന്നാണ്. പക്ഷേ ഈ ഇന്ധന നീക്കം പൂർണ്ണമായി തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ഇതിന് തൊട്ട് മുമ്പ് ഈ ട്രംപ് ഒപ്പിച്ചു വെച്ചിരിക്കുന്ന പുകയിലുണ്ടല്ലോ, ഇപ്പം നിലവിൽ ഇന്ത്യക്ക് അനുമതി നൽകിയിരിക്കുകയാണല്ലോ കടലിൽ കിടക്കുന്ന ഈ റഷ്യൻ ടാങ്കറുകളിൽ നിന്ന് എണ്ണ മേടിക്കാം എന്നുള്ള ഒരു അനുമതി. അതായത് നേരത്തെ മേടിച്ച എണ്ണയാണ്, നേരത്തെ ഇടപാട് നടന്ന എണ്ണയാണ്. ആ എണ്ണ ടാങ്കറിൽ കടലിൽ കിടക്കുന്നത് ഇവിടേക്ക് ഇറക്കാമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ കൊണ്ട് ഇത് അവസാനിക്കില്ല. ഈ ട്രംപിൻ്റെ ഈ യുദ്ധം ഈ മട്ടിൽ നീളുകയാണെങ്കിൽ ട്രംപിനോട് പോയി പണി നോക്കാൻ പറയുക, അല്ലാതെ വേറെ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് രാജ്യം വരും എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ സ്വാഭാവികമായും റഷ്യൻ എണ്ണയോ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയോ ഒക്കെ ഇന്ത്യ ഇറക്കുമതി ചെയ്യേണ്ടി വരും. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ LPGയുടെ ലഭ്യത കുറയുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായ ഒരു കാര്യം, ഇപ്പോൾ തൽക്കാലം നമുക്ക് മുന്നിലുള്ള ഒരു കാര്യം. വേറൊന്ന്, ഇറാൻ ഈ യുദ്ധത്തെ ഏത് തരത്തിലാണ് മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് കൂടി നോക്കിക്കാണണം. ഇപ്പോൾ സൗദിയിലെ ഹൂത്തികൾക്കെതിരെ ഈ രാജ്യങ്ങളെല്ലാം, ഇതേ രാജ്യങ്ങൾ നിരന്തരം അവരെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. ഏറ്റവും വലിയ സൈനിക ശേഷിയുള്ള രാജ്യങ്ങളിലൊന്നായ സൗദി വിചാരിച്ചിട്ട് ഹൂതികളെ ഇതുവരെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല. അവിടെ നിരന്തരം പ്രശ്നമുണ്ടാക്കുന്ന ഒരു വിഭാഗമായി ഹൂതികൾ തുടരുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ താലിബാനെതിരെ 20 വർഷം പോരാട്ടം നടത്തി. 20 വർഷം കഴിഞ്ഞ് താലിബാനെ തന്നെ ദഹിപ്പിച്ചിട്ട് ഇവർ തിരിച്ചുപോയി. ആ രാജ്യം ഈ ഡീസ്റ്റെബിലൈസ് ചെയ്യുകയും അവിടെ ഈ ആകെ നാശം പിടിച്ച ഒരു അവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിച്ചു എന്നുള്ളതല്ലാതെ വേറെ ഒന്നും സംഭവിച്ചില്ല. ഇപ്പോഴും ഹിസ്ബുള്ളയുമായിട്ട് കരാറുണ്ടാക്കുന്നു, ധാരണയിലെത്തുന്നു, പ്രശ്നം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് കൈവിടുന്ന അടുത്ത നിമിഷം അവർ തിരിച്ചടിക്കാൻ അവർക്ക് ശേഷിയുണ്ട്, അവരിതിന് തയ്യാറാണ്. ഇറാൻ എന്ന് പറയുന്നത് ഇത് വലിയൊരു രാജ്യമാണ്, വലിയ സൈനിക ശേഷിയുള്ള രാജ്യമാണ്. ഏതെങ്കിലും ഒരു ഭീകരവാദ സംഘത്തെ പോലെയോ ഒന്നും, ഈ ആരോപിക്കപ്പെടുന്ന സംഘങ്ങളെ പോലെയോ ഒന്നും ഉള്ള ഒരു സ്വഭാവമല്ല ഇറാനുള്ളത്, ഇറാൻ്റെ സൈനിക ശേഷിക്കുള്ളത്. അവർ മാത്രമല്ല, ഈ സാങ്കേതിക വിദ്യ, അവർക്ക് കുറഞ്ഞ ചിലവിൽ ഡ്രോണുകൾ ഉണ്ടാക്കാനും മിസൈലുകൾ ഉണ്ടാക്കാനും ഒക്കെയുള്ള സാങ്കേതിക വിദ്യ സ്വന്തമായിട്ടുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ വേറെ ഇവിടുന്ന് അമേരിക്കക്കാർ വളഞ്ഞ മാർഗത്തിലൂടെ കൊടുത്തു വിടേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ അവരുടെ കയ്യിൽ ഈ സാധനമുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് എത്ര കാലം ഇതൊക്കെ എടുത്ത് പ്രയോഗിക്കും? ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് അത് തകരാം. കാരണം ഇത്രയും വലിയ വൻ ശക്തികൾ അറ്റാക്ക് ചെയ്യുകയാണ്, സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് തകരാം. പക്ഷേ അവർ എത്ര കാലത്തോളം അവർ പൊരുതി നിൽക്കുമെന്നുള്ളത് നമുക്ക് പ്രവചിക്കാനേ പറ്റില്ല. അത് മാത്രമല്ല, ചൈനയും റഷ്യ അടക്കമുള്ള ആളുകൾ ഒരല്പം ശബ്ദം ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, പിന്നെ ആദ്യം തന്നെ തന്ത്രപരമായ നിലപാടാണ് ഇറാൻ സ്വീകരിച്ചത്. ഒന്നെന്താണ്, നമ്മളൊക്കെ പ്രതിസന്ധിയിലാകുന്നത് അതുകൊണ്ട് കൂടിക്കൊണ്ടാണ്, ആ തന്ത്രപരമായ സമീപനം കൊണ്ടാണ്. കാരണം ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. അതെത്ര കാലം അവർക്ക് ഗൾഫ് രാജ്യങ്ങൾക്ക് അതിനെ പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അവരെന്തായാലും സിവിലിയന്മാരെ കൂടുതലായി ആക്രമിക്കുന്ന സ്ഥിതിയിലേക്കൊന്നും ഇറാൻ പോവില്ല. പിന്നെ അവർ വളരെ സൂക്ഷ്മമായി കൃത്യമായി ലക്ഷ്യത്തിലേക്ക് തന്നെയൊന്നുമായിട്ടുള്ള ആക്രമണമായിരിക്കില്ല ഇറാൻ നടത്തുക. പക്ഷേ എങ്കിൽ പോലും സിവിലിയന്മാരെ അവർ ലക്ഷ്യം വെക്കുന്നില്ല. എന്താണ് വേറൊരു പ്രശ്നം, ഇതിനെല്ലാം ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ശേഷി എത്ര നാളത്തേക്ക് കൂടി ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇതുപോലെ തുടരാൻ കഴിയും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആദ്യം ആർക്കാണോ ഇതൊക്കെ, ആദ്യം ആരുടെ കയ്യിലാണോ, ഇസ്രായേലിൻ്റെ കയ്യിലാണോ, അല്ലെങ്കിൽ അമേരിക്ക സപ്ലൈ ചെയ്യുന്ന ഇത്തരം പ്രദേശങ്ങളിലുള്ള ബേസുകളിലാണോ, അവിടെ ഈ മിസൈൽ പ്രതിരോധ സംവിധാനം, ഡ്രോണുകളെ പ്രതിരോധിക്കാനുള്ള ശേഷി ആദ്യം ആർക്ക് അവസാനിക്കുന്നു, അവരാണ് ഇനി അടുത്ത ചർച്ചയ്ക്ക് മുന്നോട്ട് വരിക എന്നുള്ളതാണ് ഏറ്റവും മുന്നിലെ ആ സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് തന്ത്രപരമായി അങ്ങനെ ഒരു സമീപനം ഇറാൻ സ്വീകരിച്ചത്. മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങൾ ഇറാനോടല്ല ഇതിനി ചോദിക്കാൻ പോകുന്നത്, അമേരിക്കയോടാണ് ചോദിക്കുക. അമേരിക്കയാണല്ലോ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള വാഗ്ദാനം നൽകിയിരിക്കുന്നവർ. അല്ലെങ്കിൽ ഈ ബേസുകൾ ആ നിലയ്ക്കാണല്ലോ ഇവിടെ എല്ലാം അനുവദിച്ചിട്ടുള്ളത്. 5-ാം കപ്പൽപ്പടയും ഒക്കെ അവിടെ ഈ ഗൾഫ് മേഖലയിൽ തന്നെ നിൽക്കുന്നവരാണ്. അവരെ കൊണ്ട് ഇത് പ്രതിരോധിക്കാവുന്നതിൻ്റെ പരിധി അവസാനിക്കുമ്പോഴേക്ക് അടുത്ത ഘട്ടം ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് യുദ്ധം എന്ന് നെതന്യാഹു ആവർത്തിച്ച് പറയുമ്പോഴും ട്രംപ് ഒരു അരമനസ്സോടെ ഏതാണ്ട് ചർച്ചകളിലേക്ക് എത്താൻ തക്ക വണ്ണം അത് കുടുങ്ങി എന്നുള്ള മട്ടിൽ നിൽക്കുന്നത് കൊണ്ട് ആ ചർച്ചകളിലേക്ക് പോകാനാണ് സാധ്യതയുള്ളത്. അങ്ങനെ എത്രയും പെട്ടെന്ന് ചർച്ചകളിലേക്കൊക്കെ കടക്കട്ടെ, ഈ പ്രശ്നങ്ങൾ അവസാനിക്കട്ടെ എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ആഗ്രഹിക്കാനുള്ളത്. അതിനപ്പുറത്ത് ഇത് മുമ്പോട്ട് പോകുന്ന ഓരോ ദിവസവും
ദിവസവും നമ്മൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നമ്മളുമാവുള്ളൂ. യുദ്ധം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഇത് ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഈ 11 ദിവസം മുമ്പ് കേരളത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ ഏതെല്ലാം തരത്തിലാണ് ഇതിനെ സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നത്, യുദ്ധത്തെക്കുറിച്ചുള്ള ഇവിടെ പോർവിളി മുഴക്കിക്കൊണ്ടിരുന്നത് നമ്മൾ ഓർക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു പരിഹാസ്യത. യുദ്ധം എന്നുള്ളത് എത്ര വ്യർത്ഥമായ ഒരു സംഗതിയാണ് എന്നും അതെങ്ങനെയാണ് മനുഷ്യരാശിയെ കുഴപ്പത്തിലാക്കുന്നത് എന്നുള്ളതിന് നേരുദാഹരണമല്ലേ. ഇവിടെ ഹോട്ടൽ അടയ്ക്കേണ്ട അവസ്ഥയിലേക്ക് 11 ദിവസം കൊണ്ട് എത്തിച്ചേരുന്നു എന്നുള്ളത് തന്നെ എത്ര ആശങ്കാജനകമായ കാര്യമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും തൽക്കാലം ഈ പറഞ്ഞതുപോലെ ഈ പോർവിളിയൊക്കെ നിർത്തിയിട്ട് പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗ്ഗം എന്താണെന്നുള്ളത് ആലോചിക്കാം, അന്വേഷിക്കാം. പശ്ചിമേഷ്യൻ യുദ്ധം 11 ദിവസം പിന്നിട്ടു. അത്രയും ദിവസം കൊണ്ട് ഉണ്ടാക്കാവുന്ന പരമാവധി നാശമുണ്ടാക്കി, ജീവനുകളെടുത്തു. താമസിയാതെ ആക്രമണം അവസാനിപ്പിക്കുമെന്ന സൂചന ട്രംപ് ഇതിനകം നൽകിയെങ്കിലും ഒട്ടും ശുഭകരമല്ല മേഖലയിൽ നിലനിൽക്കുന്ന സാഹചര്യം. ഹോർമൂസ് കടലിടുക്ക് അടച്ചതും ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നതും ലോകവിപണിയെ പിടിച്ചുലയ്ക്കുകയാണ്. ഇതാ നമ്മുടെ കേരളത്തിൽ പോലും LPG ക്ഷാമം കൊണ്ട് ഹോട്ടലുകൾ പൂട്ടാൻ പോകുന്നു, മുൻകൂട്ടി ക്രമീകരിച്ച ചടങ്ങുകൾ മുടങ്ങാൻ പോകുന്നു, മനുഷ്യർക്ക് തൊഴിൽ നഷ്ടം ഉണ്ടാകാൻ പോകുന്നു. ഇതൊന്നും ആളുകളിൽ വെറുതെ ഇങ്ങനെ ഭീതി ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇതാണ് യുദ്ധത്തിൻ്റെ യാഥാർത്ഥ്യം. അതിനെ പ്രതിരോധിക്കാൻ നമ്മളും തയ്യാറാകുക, നമ്മൾ കരുതലോടെ ഇരിക്കുക. നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കാൻ ഇത് സാധ്യതയുണ്ട് ഇതെല്ലാം എന്നതുകൊണ്ടാണ് ആ നിലയ്ക്ക് പറയുന്നത്. എല്ലാ യുദ്ധങ്ങളും ഇങ്ങനെയാണ്. അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ദേശങ്ങളിൽ നിന്ന് വിദൂര പ്രദേശങ്ങളിൽ പോലും ദുരിതവും പ്രയാസവും വിഷമവും വിതയ്ക്കും. യുദ്ധത്തിൽ നല്ലതായി ഒന്നുമില്ല. ദേശാന്തരങ്ങൾക്കപ്പുറവും അത് മനുഷ്യകുലത്തെ ആകെ പിന്നോട്ടടിക്കുക മാത്രം ചെയ്യുന്നു. അതിലൊരാളും ജയിക്കുന്നുമില്ല.